വയനാട് കൽപ്പറ്റയിൽ നടന്ന സംഭവമാണിത്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിനെ ഫോൺ വിളിച്ചു വരുത്തിയിട്ട് അടിക്കുന്നതാണിത്. ഇങ്ങോട്ടേക്ക് അമീന്റെ കാലി വീഴി, അമീനെ വീഡിയോ എടുക്കത് കാലി വീഴി, അമീന്റെ കാലി വീഴി, കാലി വീഴാ, അവന്റെ കാലി വീഴാ, വീഡിയോ എടുക്ക്. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ, അവന്റെ കാലി വീഴാ. മനസ്സിലായി കരയുനി. സോറി സോറി. നിനക്ക് ഏട്ടനുണ്ടോ? നിന്റെ ഏട്ടനോട് നാഫീനെ തല്ലിന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏട്ടനില്ല. നാഫീനോട് നാഫീനെ നീ കണിയാ +1 ഉള്ളൂ. അതൊക്കെ അജുനൊക്കെ അറിയില്ലേ +2 സീനിയേഴ്സിനെ അറിയില്ലേ? കേട്ടോളോ കേട്ടോ. ഒന്നുകൂടെ 1 2 3 4 ഞാൻ ഒന്നടിച്ചാൽ എനിക്ക് 2 കിട്ടും എന്ന് ഉറപ്പുള്ളവനെ അടിക്കണം. അതാണ് അന്തസ്, അതാണ് അന്തസ്. ഇത് ഈ പാവം ചക്കന് ഇരുന്ന് തല്ലുള്ള ഒന്നുപോലും തിരിച്ചടിക്കുന്നില്ല. ഇത്രയല്ല തല്ലുകൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ മോനെ, നിനക്ക് തിരിച്ചു ഒന്ന് കൊടുക്കാനാണ് പറ്റാത്തത്. എത്ര തല്ല് നീ കൊണ്ട് ഒന്ന് ഓങ്ങിയിട്ട് നിനക്ക് കൊടുക്കാനാണ് പണിയുണ്ടായത്. ഒന്ന് ഓങ്ങിയിട്ട് കൊടുക്കണ്ട അവൻ്റെ മോന്തക്ക്. അതിന് ആരായെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ പേരൻസിനോടും, നിങ്ങളെ മക്കളെ ഇതുപോലെ മൃഗീയമായിട്ട് ക്രൂരമായിട്ട് അടിച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടിൻ്റെ മുട്ടിന് താഴേക്ക് തല്ലിപ്പൊളിക്കുക കാല്. അതിന് ആരെ മക്കളാണെങ്കിലും ശരി തല്ലിപ്പൊളിക്കുക കാല്. എന്നിട്ട് 4 മാസം കിടക്കട്ട് കൊണ്ടിട്ട് ഹോസ്പിറ്റലിലിടുക, ബില്ല് കൊടുക്കുക, കഴിഞ്ഞു ബില്ല് കൊടുക്കുക. അങ്ങനെ ചെയ്യണം. അടിപിടിയെല്ലാം സാധാരണയാണ്, കുട്ടികളാകുമ്പോൾ അടിപിടിയെല്ലാം ഉണ്ടാവും. അത് ഒരു പരിധി വരെ ഉള്ളത്. ഇതങ്ങനെയല്ല. ഇത് എന്തടി അടിക്കുന്നത്? ആ പാവം കരയാണ്. ഞങ്ങളും തല്ലാക്കിയിട്ട് തന്നെ വന്നിരുന്നത്. പക്ഷെ ഒരുത്തന 2-3 ആൾ അടിക്കുമ്പോൾ ഞങ്ങൾ പോയിട്ട് തടയും. അതാ ചെയ്യൽ. ഇവിടെ ഒരു മനുഷ്യത്വം പോലും ഇങ്ങനെ മൃഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ. എന്തുകൊണ്ട്? നിയമത്തെ പേടിയില്ല, നിയമത്തെ പേടിയില്ല. എന്തുകൊണ്ട് പേടിയില്ലാത്തത്? 16ഉം 17ഉം വയസ്സാണ് ഞങ്ങൾക്ക്. ഞങ്ങളെ നിയമം ശിക്ഷിക്കാനെന്നുള്ള ധൈര്യം അതെങ്ങനെ കിട്ടി ഇവർക്ക്? ഇതിനു മുമ്പുള്ളവർ ചെയ്തപ്പോൾ അവരെ നിങ്ങൾ വെറുതെ വിട്ടത് കൊണ്ടാണ്. ആ ഒരു ധൈര്യമാണ് അത് ആര് കൊടുത്തത്? ഇവിടുത്തെ നിയമം, ഇവിടുത്തെ കോടതി, ഇവിടുത്തെ പോലീസ്. ഷഹബാസിനെ കൊന്ന പ്രതികൾക്ക് നല്ല തക്കതായ ശിക്ഷ കൊടുത്തിനെങ്കിൽ അതിന് പിന്നിലുള്ളവർ പേടിച്ചേനെ. ഇത് പേടിയില്ല. നിയമത്തെ പേടിക്കേണ്ട. നിങ്ങളെ മാതാപിതാക്കളും നിങ്ങളെ മക്കളല്ലേ, സ്വന്തം മക്കളല്ലേ. നിങ്ങൾക്ക് അടിച്ചൂടെ? നിങ്ങൾക്കും പേടിയാ? വെരി നൈസ്. പേടിച്ചിട്ടിരിക്കുന്നു ഇങ്ങനെ ജീവിതത്തിൽ.